ഹായ്, എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബട്ടർഫ്ലൈ അഥവാ ഓക്സാലിക്സ് എന്ന ചെടിയെക്കുറിച്ചാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്സാലിക്സ് അഥവാ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ കാണാൻ ഒരു ബട്ടർഫ്ലൈയെ പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സാണ്. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ വേണം ഇത് നട്ടുകൊടുക്കാൻ. വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. ഈ ചെടിയെ നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്തിയെടുക്കാം. ഔട്ട്ഡോറായി ചെടി വയ്ക്കുകയാണെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത എന്നാൽ ആവശ്യത്തിന് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം ചെടി വയ്ക്കാൻ. ഈ ചെടി വൈകിട്ട് ഒരു മടക്കിയ കുട പോലെ ആവുകയും ചെടി വാടിയതുപോലെ ഇരിക്കുകയും ചെയ്യും. രാവിലെ ആകുമ്പോൾ വീണ്ടും ഇത് പഴയ രീതിയിൽ തന്നെ ആവും. നേരിട്ടുള്ള വെയിൽ ചെടിക്ക് ഏൽക്കുകയാണെങ്കിൽ ഇലകൾ ചുരുണ്ടു പോവുകയും അതേപോലെ തന്നെ ഇലകൾ കരിഞ്ഞു പോവുകയും ചെയ്യും. വെയിലിൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ് ഈ ചെടിക്ക് വെള്ളത്തിനും ഉള്ളത്. ഈ ചെടിക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും. ചെടിച്ചട്ടിയുടെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. ഈ ചെടി നടാൻ ഞാൻ ഉപയോഗിച്ച പോട്ട് മിക്സ് നോക്കാം. അതിനായിട്ട് മണൽ, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്ന ഒരു ചട്ടിയിലേക്ക് വേണം ഈ ചെടി നട്ടുകൊടുക്കാൻ. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഈ ചെടിയുടെ കിഴങ്ങാണ് നമ്മൾ നട്ടുകൊടുക്കാൻ പോകുന്നത്. ഇത് ഒരു ചട്ടിയിൽ തന്നെ ഇഷ്ടം പോലെ കിഴങ്ങുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് കൂടുതൽ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് മഞ്ഞൾ, ഇഞ്ചി എന്നിവ പോലെയുള്ള ഒരു കിഴങ്ങാണ്. ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് കൂടുതൽ കിഴങ്ങുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ചെടി നടുമ്പോൾ ഉപയോഗിക്കുന്ന വളം മാത്രം മതി. പിന്നീട് ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. മഴ കൊള്ളുന്ന സ്ഥലത്ത് ഈ ചെടിയെ വയ്ക്കരുത്. കൂടുതൽ മഴ കൊണ്ടാൽ ഈ ചെടി ചീഞ്ഞു പോകും. ഇതിന് സാധാരണയായി കണ്ടുവരുന്നത് ഫംഗസൈഡ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതിന് മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഇത് ഏകദേശം നമ്മുടെ മഞ്ഞളിലേക്ക് ഒരു രൂപമാണ് ഉള്ളത്. ഇത് നേരെ മണ്ണിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. വെള്ളം കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കൂടുതൽ തൈകളും പൂക്കളും ഉണ്ടാവും. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്.